കുറച്ചടുത്തേക്ക് ഫ്രണ്ടടുത്തേക്ക് ലൈവിന്റെ ക്യാമറ ഗോവിന്ദ ഹര ഗോവിന്ദ ഗോവിന്ദ ഹര ഗോവിന്ദ ഗോവിന്ദ ഹര ഗോവിന്ദ ഗോവിന്ദ ഹര ഗോവിന്ദ അല്ല മാറി മാറി വിശപ്പുമുണ്ടായിരിക്കാം അല്ലേ? അതുകൊണ്ട് ദാഹത്തെയും വിശപ്പിനെയും അടക്കിയിട്ട് കുറുമ്പ്രാതിരിവാണ് എൻ്റെ ചെമ്പത്തെ അടക്കിയിരിക്കുന്ന ആ ദേവൻ ഇന്ന് പാത്രത്തൊന്ന് കുളിർപ്പിച്ചല്ലോ അല്ലേ ഒരാൾമാരെ. അതുകൊണ്ട് തന്ത്രി അതുകൊണ്ട് ഏതെന്തിനാ അതുകൊണ്ട് ദേലമ്പാടി തന്ത്രി അല്ല ക്ഷീരത്തടുക്ക് തന്ത്രി. അതുകൊണ്ട് ശക്തിസ്വരൂപിണിയായിരിക്കുന്ന മാതാവ് അല്ലേ എൻ്റെ ക്ഷീരത്തടുക്ക് തന്ത്രിക്ക് എല്ലാ കർമാനുഷ്ഠാനങ്ങളുമുണ്ട് അല്ലേ തന്ത്രി. അതുകൊണ്ട് ദേവാലയത്തിങ്കിലും ദൈവത്തിൻ കാവിലും അയ്യപ്പൻ കാവിലും ഭഗവതി കാവിലും ഭദ്രകാളിക്കോട്ടത്തും അമാന്തിക്കുന്നിലും എന്ന് വേണം ആയാൽ അതുകൊണ്ട് മൂട്ടിരിക്കുന്ന വലത്ത് കയ്യെങ്കിൽ ചെയ്തു പോരുന്നുള്ളതേ മന്ത്രതന്ത്രാദികളൊക്കെ അതിനാലും വീണ്ടും പ്രകാരം അറിയില്ല എന്ന് കരുതിയിട്ടാണ് കലിയുഗത്തിക്ക് ചെയ്യേണ്ടത് ഇല്ലേ ചെയ്തു പോരുന്നുണ്ടല്ലോ അങ്ങനെ ആവട്ടെ. ദൈവനതുപോലെ തന്നെ കലിയുഗത്തിൽ ബിരുദങ്ങൾ ഓരങ്ങൾക്ക് ഭർത്താവിൻ്റെ തന്ത്രിയാണല്ലോ പൂർവ്വകാലത്ത് അല്ലേ പരിഹരിക്കുവാനായിട്ട് ഒരാളന്മാരെ ഇത് ഫലങ്ങളുണ്ടായില്ലേ നല്ല കെട്ടയാക്കി കളഞ്ഞ വൻകതിരാക്കി തീർക്കുക വിളിക്കിടാങ്ങളെ ഇവരും അവർ തന്നെ ആ ഭൂമി എല്ലായിടത്തോളം കാലം ഇവിടെ നേർവഴിയായിട്ട് നിൽക്കാൻ സാധിക്കുക ഇല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് നേർവഴിയായിട്ട് നടക്കണം. ദേവൻ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തില്ലേ. അതുകൊണ്ട് എനിക്ക് ദേവന് ആളുടെ അങ്ങനെ ചെയ്ത അനേക സ്ഥലങ്ങളുണ്ട്. അതിന് തന്ത്രി അറിയാൻ വേണ്ടിയിട്ട് ദേവൻ പിടിക്കിട്ടു. പുനഃപ്രതിഷ്ഠ കാലത്ത് ഇത് ദേവൻ ഒരാളുടെ വസ്തുവാകും അല്ലല്ലോ വലിയ തന്ത്രി. അതുകൊണ്ട് ഒരാളുടെ പേര് ഏവരും ഒന്ന് തന്നെ അവർക്ക് എന്തെന്ന് വേണ്ടത് അത് കുറിച്ച് വെച്ചാൽ എങ്ങനെ തന്ത്രി
പുനഃപ്രതിഷ്ഠാകാലത്ത് പല സ്ഥലത്തെങ്കിലും ഇങ്ങനെ കുറിച്ച് വെച്ചതുണ്ടായി. അപ്പോൾ ഉബ്രംകളം മുൻഭേദമായിട്ട് അവിടെ പ്രതിഷ്ഠ നടന്നല്ലോ. മാതാവിൻ്റെ അടുത്ത് തേങ്ങാക്കല്ലിന് എല്ലാറ്റിനും ചതുർക്കടിക്കത്തെല്ലാം നാമധേയം വെച്ചു. ദേവൻ പറഞ്ഞതെടുത്തു ഒരാളതല്ല ശേഷിച്ചപ്പത്തിൻ്റെ ചെയ്തില്ല, അതിൻ്റെ ശിക്ഷയും അനുഭവിക്കുന്നു. ആ ആൾത്തരങ്ങളെല്ലാം ഓരോന്നേ നശിച്ചുകൊണ്ടിരുന്നു. 12 പേർക്ക് ശോഷിച്ചു. ദേവൻ ഒരാളുടെ നാമധേയം വേണ്ട, ദേവൻ്റെ നാമധേയം മാത്രം. അതുകൊണ്ട് ദേവൻ അറിഞ്ഞ കാര്യം നേർവഴിയായിട്ട് കൊടുക്കണം. ആരുടെ നാമധേയം ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്ന കണക്ക് പുസ്തകത്തിങ്കിൽ കുറിച്ച് വെച്ചാൽ മതി അറിയാൻ വേണ്ടിയിട്ട്. അല്ല, നിങ്ങൾ ബണ്ണാർസ്ഥാ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അല്പത വിഘ്നങ്ങൾ, അതിൻ്റെ ഒരു നിമിത്തമാണ് ഇടപ്പഴിപ്പ്. എൻ്റെ തന്ത്രിയുടെ അനുകൂലത്തിങ്കിൽ തന്നെ ആ നിമിത്തം കാണിക്കുന്നത്. മാതാവിനൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കണം അത്? ഇന്ന് ചെയ്യുന്ന കർമ്മത്തിങ്കിൽ എൻ്റെ കളകത്തോഴന്മാർ ആത്രങ്ങളെല്ലാം ഉപന്നെടുത്തിനല്ലോ. ഏവരെയും ഒരു ഇങ്ങനെ വേണം. ഒക്കതിനാലും പത്തായും പറമ്പ് നിറച്ചിട്ട് പറിച്ചാൽ തീരാത്ത രക്ഷിച്ചേഴാം. സന്തോഷമായി ഗുണം പെണ്ണം ഗുണം പെണ്ണം ഗുണം പെണ്ണം. ഇനി അതുകൊണ്ട് കരിയകത്തിങ്കൽ വരുന്ന മഹാവ്യാധിയെ അറുക്കുവാനായിട്ട് ആരോഗ്യത്തോട് കൂടിയിട്ട് എന്നും വാഴുവാനുള്ള കൈവല്യത്തെ തന്നിട്ട് ഇടവഴിക്ക് വെച്ചിട്ടുണ്ടിരിക്കുന്ന ആയുരാരോഗ്യ സൗഖ്യത്തോട് കൂടിയിട്ട് ഐശ്വര്യങ്ങളോട് കൂടിയിട്ട് എന്നും വാഴുവാനുള്ള കൈവല്യം എൻ്റെ രാമകൃഷ്ണദേവൻ്റെ അനുകൂലത്തിങ്കൽ ഇവരുടെ വീട്ടിലുള്ളത് ഉത്തരവാടാധാരമായിട്ട് എൻ്റെ ആശീർവാദ ദുഃഖത്തെ ആയുരാരോഗ്യ സൗഖ്യത്തെ വഴിക്ക് തന്നെ നടത്തി തരും ദേവൻ. ദേവനടുത്ത് ഇങ്ങനെ എടുക്കാം. അതുകൊണ്ട് ഇത് ശിവശക്തി ചൈതന്യം തന്നെ. എൻ്റെ വർഗജനം ഇന്ന് പരിപാലിക്കാൻ അനേകം കഠിന പ്രയത്നങ്ങളുണ്ട്. ഭക്തി ഉണ്ടായാൽ മാത്രം മതിയോ? ഒരു ശ്രദ്ധ കൂടി വേണം. ഭയം വന്നു പോയി. കിട്ടുന്ന കാര്യം ഇത് എന്നെ കൊണ്ട് നടത്താൻ കഴിയുമോ ഇല്ലയോ എന്നൊരു പേടി അല്ലേ? പേടി വേണ്ട. ഈ ദേവൻ നടത്തിയാ പോരെ? അല്ല കൈവിട്ട് കളിയോ? അല്ല ഭയപ്പെടുത്തുന്ന ശക്തി തന്നെ അതേ ദേവൻ തന്നെ. പുലിവേഷം എടുത്ത ദേവനാണല്ലോ. അല്ലേ? കടിച്ചു ഇതിലും അതുകൊണ്ട് ദേവൻ കൈയൊഴിച്ച് കളഞ്ഞേക്കരുത്. ഈ ഉപ്രങ്ങളും മുൻഭേദമായിട്ട് ഈ ദേവൻ കൈയെടുക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ കല്ലാടിമാർക്കും ഭാഗ്യത്തെ തന്നിട്ടുണ്ട്.
അല്ലേ? ഞാൻ കുറച്ചിൽ വരുത്തുന്നതല്ല, ിലാക്കി കളയാനിട വരുത്തി അല്ലേ? സർക്കാരുടെ തിങ്കൾ ചെന്ന് പ്രതിജ്ഞാനുള്ളതായ കരുത്തുണ്ടാക്കി തന്നിട്ട് എല്ലാ മഹാവ്യാധിയും ഇതിനെ കൊണ്ട് ആയുരാരോഗ്യത്തോടും ദേവുണ്ടാക്കി അത്ഭുതം എല്ലാവർക്കും കൊടുക്കണം. എല്ലാവരുടെ മഹാവ്യാധി നമ്മളായി പോരുന്ന വസ്തുവെ രക്ഷിക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നിട്ട് രക്ഷിക്കണം ദൈവം അങ്ങനെയാണ് അപേക്ഷിക്കുന്നത്. ദൈവനോട് അപേക്ഷിക്കുന്നത് പറഞ്ഞ കലാവസം വരുത്തില്ല. അതുകൊണ്ട് എങ്ങനെ മാതാവിന് വേണ്ടിയിട്ട് അനേക കഠിന പ്രയത്നം ചെയ്തേ ഉണ്ടായിരുന്നല്ലോ മാതാവിൻ്റെ അടുത്തല്ലേ. നിങ്ങളെല്ലാം ചെയ്തിനല്ല കഠിന പ്രയത്നം. ഏറെ മറക്കാൻ പറ്റിയ മാതാവിന് ബാക്കിയല്ല. അതുകൊണ്ട് ശരീരത്തിൽ വരുന്ന ദുഃഖത്തെ ദേവൻ അറിയിക്കും. ഒരു വാചനത്തിൽ അല്പത അവർക്ക് കൊടുത്തിട്ട് ബാക്കി കൊണ്ട് ഒരു വാചനം എടുത്തിട്ട് അല്പത ഇവിടെ വേണ്ട ഇത് വേണ്ട കുറച്ച് ഗോവിന്ദ ദേവനെ കൊണ്ട് ഇങ്ങനെ കൺകൊടുത്ത് കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ദേവന്റെ തണ്ണീർദാഹത്തെ തീർക്കണം. ദേവൻ നിങ്ങളുടെ വിശപ്പും ദാഹവും തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ ദേവന് കൊണ്ടുപോയി. ദേവന് കൊടുത്താൽ നിങ്ങളുടെ വിശപ്പും ദാഹവും മനുഷ്യജന്മമാകുന്നല്ലോ. ജന്മം ഉള്ളത്ര കാലങ്ങളും ആരോഗ്യത്തോട് കൂടിയിട്ട് പോകാനാണ്. ഗോവിന്ദ 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 തുന്നം ആയുരാരോഗ്യത്തെയും സുഖത്തെയും മറ്റൈശ്വര്യങ്ങളെയും ദേവൻ പ്രദാനം ചെയ്തിട്ട് നേരായ വഴി കർത്തരാം. അതുകൊണ്ട് ഒരുപാട് ആഹാരം ഉമാമേശ്വരൻ എന്നിരിക്കുന്ന പുണ്യഭൂമിക്കകത്ത് ഉഗ്രങ്ങളും പ്രജ്ഞപുടിയുദ്വേദമായിട്ട് ഞങ്ങളെ വരും വിഷ്ണുമൂർത്തിയും കാര്യക്കാരനും ചാമുണ്ടിയും നിലനിന്ന് പരമാർത്ഥം തന്നെ എന്ന് വരികലും തൻ്റെ ഘടകത്വ വസ്തുവിനും ആയുരാരോഗ്യത്തെയും സൗഖ്യത്തെയും അഷ്ട ഐശ്വര്യങ്ങളെയും ദേവൻ പ്രധാനം ചെയ്തിട്ട് നേരായ വഴിക്ക് നടത്തിക്കാം. അതുകൊണ്ട് എല്ലാ ഭവനത്തിൽക്കാരുടെ ദേവൻ തന്നെ ഇവിടെ മാത്രമല്ല നടുക്കിലായിട്ടും പ്രധാന നിലയായിട്ടും എവിടെ കൈയെടുത്താലും കാല് കഴുകി കരകയറി ദേവൻ തന്നെ. എന്നിട്ട് അതവന് ഇതുപോലെ കൈപിടിച്ച് കയറ്റാൻ നിർദ്ദേശം അതെ ദേവൻ. നിറച്ചിട്ട് കാണുവാനായ കൈവല്യത്തെ രാമദേവന്റെ അനുഗ്രഹത്തിലെന്താ ദേവൻ ഉണ്ടാക്കി കൊടുക്കാം. എന്നാലും ഇങ്ങനെ ഒന്ന് കാണാൻ പുണ്യം ചെയ്യണം. എല്ലാവർക്കും സാധിക്കുക. അപ്പോ ഒരു സുഹൃതമുണ്ട് അല്ലേ? മാതാവും പിതാവും ചെയ്ത പുണ്യമായിരിക്കണം എനിക്ക് കിട്ടി ഇല്ലേ വൈദ്യങ്ങളുടെ. അതുകൊണ്ട് കുട്ടിയോട് കൂടിയിട്ട് ദേവനെ അറിഞ്ഞിട്ട് നേർവഴി നടക്കുന്നത്. ഈ ദേവനെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ പുരാമാർക്കും ഉണ്ട് പഴമയായിട്ടുള്ള ഈ ദേവൻ അല്ലേ വൈദ്യങ്ങളെ. അതുകൊണ്ട് ഭക്തിയോട് കൂടിയിട്ട് ദേവനെ അറിഞ്ഞിട്ട് നേർവഴി നടക്കുന്നുണ്ടല്ലോ അല്ലേ. എൻ്റെ ഊരാമയുടെ പൈതങ്ങൾ കൊണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ. അടുത്തൊരാളാ
ക്ഷീരം തന്നെ ആദ്യം അനുഭവിക്കാല. അതുകൊണ്ട് എൻ്റെ പൈതങ്ങളുടെ ഭവനത്തിനകത്തും എൻ്റെ കടകത്തൂരാളൻ്റെ ഭവനത്തിനകത്തും ഉള്ളതായ വിഷത്തെ ദേവൻ കടന്നെടുത്തോട്ട് പോയി. എല്ലാവരുടെയും വിഷം ഞാനെടുത്താൽ പോലെ പോലെ അമൃതമായി പോയിരുന്ന വസ്തുവെ നിങ്ങൾക്ക് ഭവനത്തിനകത്ത് പകർന്നു തന്നാൽ പോരെ, മതിയല്ലോ. അതുകൊണ്ട് അടുത്തുള്ള ഒരു ഭാജനെടുത്തേ ഗ്ലാസ് ഇട്ടു. ഇത് ദേവനെ വെക്കട്ടോ, സന്തോഷം തന്നെയാണല്ലോ. വിഷത്തെ ഞാൻ എടുക്കട്ടോ, അമൃതരെ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഇത് അനുഭവിച്ചാൽ ഒരു മഹാവ്യാധി നിങ്ങൾക്ക് ആർക്കും വരും. വരും അവനകത്തവരേ വരും. അനുഭവിച്ച എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കണം. അത് വെച്ചോളൂ, ഉപ്പ് വെച്ചോളൂ, കൈ പിടിച്ചോളൂ. പിടിക്കാൻ കഴിയാത്ത. അതുകൊണ്ട് സന്തോഷം തന്നെയാണല്ലോ. നിങ്ങൾ ധരിക്കുന്ന വിശ്വജാലയെ ഞാൻ കണ്ടത്തിങ്കിൽ വെച്ചിട്ട് അമൃതമായി പോരുന്ന വസ്തുവെ നിങ്ങൾക്ക് പകർന്നു തന്നിട്ട് ഐശ്വര്യമായിട്ട് നടക്കേണ്ട കൈവല്യത്തെ പാലാഴി മദനം ചെയ്യുന്ന കാലത്ത് 6 ചുറ്റ് വലിക്കുമ്പോൾ 6 വിഷങ്ങൾ ചൊരിഞ്ഞ് അത് മഹാദേവൻ തന്നെ കണ്ടെത്തി വരും. അതേ ദേവന്റെ പുത്രൻ തന്നെ ഇത്. ഈ ദേവൻ തന്നെ ഇത് കണ്ടെത്തിങ്ങൾ വെക്കട്ടെ വിഷത്തെ എല്ലാം. എന്നിട്ട് അമൃതനെ നിങ്ങൾക്ക് പകർന്നു തന്നിട്ട് നേരായ വഴിക്ക് തന്നെയല്ല. ഇത് നിങ്ങൾ അനുഭവിച്ചു, ഇത് ദേവൻ അനുഭവിക്കാം. അതുകൊണ്ട് ഇത് തിരുമോശോവിച്ച പ്രകാശമണ്ണം തറവാട് പാലിച്ചിട്ട് ശരീരത്തെ രക്ഷിച്ചിട്ടേ അന്നേ നേരായ വഴിക്ക് തന്നെ നടത്തുന്നുണ്ട്. ഇത് കരുത്ത് പാലിപ്പോകുന്ന കനകചൂർണമാകുന്ന തലയിലേക്ക് ഇപ്പോൾ കടിക്കുന്നവരെ ഒരിക്കലും എല്ലാ മഹാവ്യാധിയെയും ദേവരത്തിനെ കൊണ്ട് അടുത്തിട്ട് ഇതിലെല്ലാവരും സൗകര്യത്തിൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന അഷ്ടൈശ്വര്യങ്ങളെ പ്രധാനം ചെയ്ത് അന്നേ നേരായ വഴിക്ക് നടത്തിയ പോലെ വേറിട്ട് അനേകം പറയണ്ടല്ലോ. ലളിതങ്ങളെ സൗഖ്യമാണ്.